ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, ട്യൂട്ട് ഫോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ സെബാസ്റ്റ്യൻ പോൾ. ഇന്ന് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ചർച്ച ചെയ്യുന്നത് UML ക്ലാസ് ഡയഗ്രത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. കഴിഞ്ഞ 2 ലെക്ചേഴ്സിലൊക്കെ എന്താണ് UML ഡയഗ്രംസ് എന്നും UML ക്ലാസ് ഡയഗ്രം എന്താണെന്നും UML ക്ലാസ് ഡയഗ്രത്തിൻ്റെ ഒരു ഉദാഹരണമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UML ക്ലാസ് ഡയഗ്രം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ക്ലാസുകൾ എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ നമുക്ക് എങ്ങനെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് തന്നെ ഈ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ എങ്ങനെയാണ് പിക്ചോറിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തമ്മിലുള്ള ബന്ധവും ഇൻട്രാക്ഷനും റിലേഷൻഷിപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ക്ലാസ് ഡയഗ്രം എന്ന UML ഡയഗ്രത്തിൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ ഈ ക്ലാസ് ഡയഗ്രത്തിലൂടെയാണ് ഡിഫറെൻറ്റ് ക്ലാസ്സുകളെയും റിലേഷൻഷിപ്പിനെയൊക്കെ നമ്മൾ പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന കോമൺ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റാറ്റിക് ഡയഗ്രം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഡിസൈൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആക്റ്റീവായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളെയും ഒരു ക്ലാസ് ഡയഗ്രത്തിൽ നമുക്ക് മെൻഷൻ ചെയ്യുവാനായി സാധിക്കും. സോ UML ക്ലാസ് ഡയഗ്രത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായി എന്തൊക്കെയായിരുന്നു ക്ലാസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ് ഡയഗ്രം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ക്ലാസ്സുകളെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു റെക്റ്റാങ്കുലർ ബോക്സിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളെ റെപ്രസെൻ്റ് ചെയ്യുക. ആ റെക്റ്റാങ്കുലർ ബോക്സിന് 3 കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് മെൻഷൻ ചെയ്യാം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലാസ്സുകളുടെ പേര്, ക്ലാസ് നെയിമും, മിഡിൽ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഡേറ്റ വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ ആട്രിബ്യൂട്ടും, മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ മെത്തേഡുകളുമായിരിക്കും, അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി ഫങ്ഷനുകളായിരിക്കും. സോ ഒരു ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ റെക്ടാങ്കുലർ ബോക്സ് വിത്ത് 3 കമ്പാർട്ട്മെൻറ്റ്, ടോപ്പ് മോസ്റ്റ് ലെയർ ഷോസ് ദ ക്ലാസ് നെയിം, മിഡിൽ ലെയർ ഷോസ് ദി ആട്രിബ്യൂട്ട്സ് ആൻഡ് ദ തേർഡ് കമ്പാർട്ട്മെൻറ്റ് ഷോസ് ദി മെമ്പർ ഫങ്ഷൻസ്. ഇനി രണ്ടാമത് നമ്മൾ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിലെല്ലാം ആക്സസ് സ്പെസിഫയർ എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആക്സസ് സ്പെസിഫയറുകൾ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ ആരൊക്കെ ആക്സസ് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്ന 3 ആക്സസ് സ്പെസിഫയേഴ്സ് ആണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. പ്രൈവറ്റ് ഡേറ്റ എന്നും, പബ്ലിക് ഡേറ്റ എന്നും, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ എന്നും. ഇതിനെ ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ ക്ലാസ് ഡയഗ്രത്തിൽ മെൻഷൻ ചെയ്യുന്നത് 3 സിംബലുകളിലൂടെയാണ്. പ്ലസ് സിംബൽ ഒരു പബ്ലിക് ഡേറ്റയും, മൈനസ് സിംബൽ ഒരു പ്രൈവറ്റ് ഡേറ്റയും, ഹാഷ് സിംബൽ ഒരു പ്രൊട്ടക്റ്റഡ് ഡേറ്റയും സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ, ക്ലാസ് ഡയഗ്രത്തിനകത്തുള്ള ഇൻഹെറിറ്റൻസ്, അസോസിയേഷൻ, അഗ്രിഗേഷൻ, കോമ്പോസിഷൻ എന്ന 4 റിലേഷനുകളെയാണ് സാധാരണ നമ്മൾ ക്ലാസ് ഡയഗ്രത്തിൽ ഉപയോഗിക്കുക. അസോസിയേഷൻ എന്ന റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുവാനായി ഒരു സ്ട്രെയിറ്റ് ലൈനും, ഇൻഹെറിറ്റൻസ് എന്ന റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ എ ലൈൻ വിത്ത് ആൻ അൺഫിൽഡ് ട്രയാങ്കിളും, അഗ്രിഗേഷൻ എന്നുള്ള റിലേഷനെ സൂചിപ്പിക്കാൻ ലൈൻ വിത്ത് ആൻ അൺഫിൽഡ് ആയിട്ടുള്ള ഡയമണ്ട് സിംബലും, കോമ്പോസിഷൻ എന്ന റിലേഷനെ സൂചിപ്പിക്കാൻ എ ഡയമണ്ട് ഫിൽഡ് വിത്ത് എ ലൈൻ എന്ന സിംബലുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ റിലേഷൻഷിപ്പിനകത്ത് തന്നെ മൾട്ടിപ്ലിസിറ്റി എന്നുള്ള ഫാക്ടറിനെ നമുക്ക് കൊണ്ടുവരാനായി സാധിക്കും. ഈ മൾട്ടിപ്ലിസിറ്റിയെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് 0 to 1, 1 to many, 0 to many, എ സ്പെസിഫിക് നമ്പർ ആസ് വെൽ ആസ് എ സ്പെസിഫിക് നമ്പർ റേഞ്ച് റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ് ഡയഗ്രത്തിൽ മൾട്ടിപ്ലിസിറ്റി എന്ന ഫാക്ടറിലൂടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലെക്ചർ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഒരു ക്ലാസ് ഡയഗ്രം റെപ്രസെൻ്റ് ചെയ്യുക എന്നതായിരുന്നു. ഞാനിവിടെ യൂസർ എന്നൊരു ക്ലാസ്സിനെയാണ് ആദ്യമായി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ പേര് യൂസറാണ്. അതുകൊണ്ട് റെക്റ്റാങ്കുലർ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടോപ്പ് മോസ്റ്റ് റീജിയൻ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ലെയറിൽ ഞാൻ ക്ലാസ് നെയിമായി യൂസർ എന്ന് മെൻഷൻ ചെയ്തു. ഈ ക്ലാസ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത് 4 ഡേറ്റ ആട്രിബ്യൂട്ട്സ് ആണ്. 4 ഡേറ്റ ആട്രിബ്യൂട്ട്സുകളെയും ഞാനിവിടെ പ്രൈവറ്റ് ഡേറ്റ ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത്
ഇവിടെ മൈനസ് സിമ്പിൾ കൊണ്ടാണ് ഞാനിതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൈനസ് സിമ്പിൾ സൂചിപ്പിക്കുന്നത് ആക്സസ് സ്പെസിഫയർ എന്നുള്ളത് പ്രൈവറ്റ് ഡേറ്റ ആയതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് സിമ്പിളിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിഫറെൻറ്റ് ഡേറ്റാസിനെ നോക്കുകയാണെങ്കിൽ യൂസർ ഐ ഡി, പാസ്വേഡ്, ലോഗിൻ സ്റ്റാറ്റസ്, ലോഗിൻ ഡീറ്റെയിൽ എന്നുള്ള 4 ഡേറ്റ വാല്യൂസിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 2 മെമ്പർ ഫംഗ്ഷനുകളെ അല്ലെങ്കിൽ മെത്തേഡുകളെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ വെരിഫിക്കേഷൻ ഓഫും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഓഫ് എന്നുള്ള 2 മെത്തേഡുകൾ. ഈ 2 മെത്തേഡുകളെയും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലസ് സിമ്പിൾ കൊണ്ടാണ്. അതായത് ഈ 2 മെത്തേഡ്സും പബ്ലിക് ഡേറ്റ മെമ്പേഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ക്ലാസ് കഴിയുന്നു. മറ്റൊരു ക്ലാസ്സിനെ ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. കസ്റ്റമർ എന്നാണ് ഈ ക്ലാസ്സിൻ്റെ പേര്. കസ്റ്റമർ ക്ലാസ്സിനെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡേറ്റ വാല്യൂസ് നോക്കിയാൽ നെയിം, അഡ്രസ്, ഷിപ്പിംഗ് ഇൻഫർമേഷൻ, പേയ്മെൻറ്റ് ഡീറ്റെയിൽ എന്നുള്ള 4 ഡേറ്റ വാല്യൂസ് ഉണ്ട്. 4 ഡേറ്റ വാല്യൂസിനെ ഞാനിവിടെ പ്രൈവറ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു മൈനസ് സിമ്പിൾ കൊണ്ടാണ് ഞാനിവിടെ ഡേറ്റ വാല്യൂസിനെ ഫ്രീ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 3 മെത്തേഡുകളാണ് എനിക്കുള്ളത്. രജിസ്റ്റർ ഓഫ്, ലോഗിൻ ഓഫ് ആൻഡ് അപ്ഡേറ്റ് ഡീറ്റെയിൽ ഓഫ് എന്നുള്ള 3 മെത്തേഡുകൾ അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻസിനെ കാണാം. ഇനി എങ്ങനെയാണ് യൂസർ എന്ന ക്ലാസ്സും കസ്റ്റമർ എന്ന ക്ലാസ്സും റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കസ്റ്റമർ ഈസ് ഡിറൈവ്ഡ് ഫ്രം യൂസർ. സോ കസ്റ്റമർ എന്നുള്ള ക്ലാസ് യൂസർ എന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് യൂസർ എന്നുള്ള ക്ലാസ്സിനെ പേരൻ്റ് ക്ലാസ് എന്നും കസ്റ്റമർ എന്നുള്ള ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നും മെൻഷൻ ചെയ്യാം. സോ നമ്മളിവിടെ യൂസർ ക്ലാസ്സിനെ പേരൻ്റ് ക്ലാസ് എന്നും കസ്റ്റമർ എന്നുള്ള ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ് എന്നും മെൻഷൻ ചെയ്യുന്നു. ഇനി മറ്റൊരു ക്ലാസ്സിനെ ഞാൻ എടുക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ആ ക്ലാസ്സിൻ്റെ പേര്. മെത്തേഡുകൾ എന്നുള്ളത് അപ്ഡേറ്റ് കാറ്റലോഗും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഓഫ് എന്ന 2 മെത്തേഡുകളുണ്ട്. 2 മെത്തേഡുകൾക്കും ഞാനിവിടെ പബ്ലിക് ഡേറ്റ മെമ്പേഴ്സായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്ലസ് സൈൻ കൊണ്ടാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത്. 2 ഡേറ്റ വാല്യൂസാണ് ഇവിടെ ഉള്ളത്. അഡ്മിൻ നെയിമും ഇമെയിലും. 2 ഡേറ്റ വാല്യൂസും പ്രൈവറ്റ് മെമ്പർ ആയതുകൊണ്ട് മൈനസ് സൈൻ കൊണ്ടാണ് ഇവിടെ ആക്സസ് സ്പെസിഫയറിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ അഡ്മിനിസ്ട്രേറ്റർ ക്ലാസ് യൂസർ ക്ലാസ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അഡ്മിനിസ്ട്രേറ്റർ ക്ലാസ് ഇസ് ഓൾസോ ഡിറൈവിംഗ് ഫ്രം ദ യൂസർ ക്ലാസ്. സോ യൂസർ ക്ലാസ് ആണ് പേരന്റ് ക്ലാസ്, അഡ്മിനിസ്ട്രേറ്റർ എന്ന ക്ലാസ് ആണ് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്. ഇവരുടെ ഇൻഹെറിറ്റൻസ് എന്നുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ ട്രയാങ്കിൾ, ഓപ്പൺ ട്രയാങ്കിൾ ഷേപ്പിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ 3 ക്ലാസ്സുകളെ കണ്ടു. യൂസർ, കസ്റ്റമർ, അഡ്മിനിസ്ട്രേറ്റർ. 3 ക്ലാസ്സുകളെയും തമ്മിൽ റിലേറ്റ് ചെയ്തു. ഇതിൽ 2 ക്ലാസ്സുകൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് എന്നുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനായിട്ട് ഓപ്പൺ ട്രയാങ്കിൾ ഷേപ്പിനെയും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഷോപ്പിംഗ് കാർട്ട് എന്ന ഒരു 4ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. 4ാമത്തെ ക്ലാസ്സിൻ്റെ പേര് ഷോപ്പിംഗ് കാർട്ട് എന്നാണ്. പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആയിട്ടുള്ള കാർട്ട് ഐ ഡി, പ്രോഡക്റ്റ് ഐ ഡി, ക്വാണ്ടിറ്റി എന്നുള്ള ഡേറ്റ വാല്യൂസ് ഉണ്ട്. 4 ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ക്ലാസ് മറ്റ് ക്ലാസ്സുകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളത് കോമ്പോസിഷൻ എന്നുള്ള റിലേഷൻഷിപ്പിനെയാണ് നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് കസ്റ്റമർ ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഷോപ്പിംഗ് കാർട്ട്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് കാർട്ടുകളുടെയോ പ്രോഡക്റ്റുകളുടെയോ ഒരു കോമ്പോസിഷനെയാണ് നമുക്കൊരു കസ്റ്റമർ എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ട് നമ്മളിവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റി എന്നുള്ള ഫാക്ടറും കൂടെ ഞാനിവിടെ കൊടുക്കുന്നു. കസ്റ്റമർ എന്ന ക്ലാസ്സിൻ്റെ അടുത്ത് 1 എന്നുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റിയും ഷോപ്പിംഗ് കാർട്ട് എന്നതിനകത്ത് 0 to many എന്നുള്ള റിലേഷൻഷിപ്പിനെ ഞാൻ കൊടുക്കുന്നു. അതായത് ഒരു കസ്റ്റമറിന് 0 മുതൽ മുകളിലോട്ട് ഷോപ്പിംഗ് കാർട്ടുകളുടെ എണ്ണം വരാം. 1 കസ്റ്റമർ മേ ഹാവ് 0 to many ഷോപ്പിംഗ് കാർട്ട്സ് എന്നതാണ് ഇവിടുത്തെ കോമ്പോസിഷൻ റിലേഷൻഷിപ്പിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ റിലേഷൻഷിപ്പ് കോമ്പോസിഷൻ ആണ്. ഇനി ഓർഡർ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ്സിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓർഡർ ക്ലാസ് ഈസ് ഓൾസോ എ കോമ്പോസിഷൻ ഫ്രം ദ കസ്റ്റമർ ക്ലാസ്. ഓർഡർ ക്ലാസ്സിന് ഞാൻ മൾട്ടിപ്ലിസിറ്റി കൊടുക്കുന്നു. 1 and 0 to many എന്നുള്ള റിലേഷൻഷിപ്പിനെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് 1 കസ്റ്റമർ മേ ഹാവ് 0 to many ഓർഡേഴ്സ്. ഒരു കസ്റ്റമറിന് 0 to many ഓർഡേഴ്സ് ഒരു സമയം ഉണ്ടാകാം. ഇവിടെ ഞാൻ പറഞ്ഞു കോമ്പോസിഷൻ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് കോമ്പോസിഷനെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ഷേപ്പിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 1 ഒന്നിൽ കൂടുതലോ ഒക്കെ ക്ലാസ്സുകൾ ഇവിടെ വരാം. അപ്പോൾ എത്ര ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ക്ലാസ്സുകളെല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ സിമ്പിൾ കൊണ്ടാണ്.
മറ്റൊരു ക്ലാസ്സിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഷോപ്പിംഗ് ഇൻഫർമേഷൻ എന്നുള്ളൊരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് റെക്ടാങ്കുലർ സിമ്പിൾ ടോപ്പ് മോസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഷോപ്പിംഗ് ഇൻഫർമേഷൻ എന്നുള്ള പേര് കൊടുക്കുന്നു. ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റാ വാല്യൂസ് ഉണ്ട്. അത് എല്ലാം പ്രൈവറ്റ് ഡേറ്റാ വാല്യൂസ് ആണ്. ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ഒരു മെമ്പർ ഫംഗ്ഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കോമ്പോസിഷൻ എന്നുള്ള റിലേഷൻഷിപ്പാണുള്ളത്. ഓർഡർ ക്ലാസ്സും ഷോപ്പിംഗ് ഇൻഫർമേഷൻ എന്നുള്ള ക്ലാസ്സുമായിട്ടാണ് കോമ്പോസിഷൻ റിലേഷൻഷിപ്പ് ഉള്ളത്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് വൺ ഓർഡർ മേ ഹാവ് വൺ ഷിപ്പിംഗ് ഇൻഫർമേഷൻ. ഒരു ഓർഡറിന് ഒരു ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്നുള്ള റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ക്ലാസ്സിനെ കൂടെ കൺസിഡർ ചെയ്യുന്നു. ഓർഡർ ഡീറ്റെയിൽ എന്നുള്ളൊരു ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുകയാണ്. ആ ഓർഡർ ഡീറ്റെയിലിനകത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ വാല്യൂസ് ഉണ്ട്. ഓർഡർ ഐ ഡി, കോസ്റ്റ്, ക്വാണ്ടിറ്റി, ഷിപ്പിംഗ് ഐ ഡി, ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ വാല്യൂസ് ഉണ്ട്. ഈ ഡേറ്റ വാല്യൂസ് എല്ലാം പ്രൈവറ്റ് ഡേറ്റ വാല്യൂസ് ആണ്. മെത്തേഡുകളെ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്ന പബ്ലിക് ആയിട്ടുള്ളൊരു ഡേറ്റ മെത്തേഡിനെ നമുക്ക് അല്ലെങ്കിൽ മെത്തേഡ് ഓർ മെമ്പർ ഫംഗ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും നമുക്കുള്ള റിലേഷൻഷിപ്പ് കോമ്പോസിഷൻ എന്നുള്ള റിലേഷൻഷിപ്പാണ്. ദാറ്റ് ഈസ് ആൻ ഓർഡർ ഹാസ് എ ഓർഡർ ഡീറ്റെയിൽ. ഒരു ഓർഡറിന് ഒരു ഓർഡർ ഡീറ്റെയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. വൺ ഓർഡർ ഹാസ് വൺ ഓർഡർ ഡീറ്റെയിൽ എന്നതാണ് ഇവിടുത്തെ കോമ്പോസിഷൻ റിലേഷൻഷിപ്പ്. ഇനി കോമ്പോസിഷൻ എന്നുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലാസ് ഡയഗ്രങ്ങൾ പഠിപ്പിച്ച സമയത്ത് എന്താണ് കോമ്പോസിഷൻ റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ എക്സിസ്റ്റൻസ് വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. സോ UML ക്ലാസ് ഡയഗ്രങ്ങളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ UML ക്ലാസ് ഡയഗ്രത്തിനകത്ത് ഒരു ബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്നാണ് കോമ്പോസിഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇവിടെ കസ്റ്റമർ എന്നുള്ള ഒരു ക്ലാസ്സിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ക്ലാസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷോപ്പിംഗ് കാർട്ടുകൾ കൊണ്ടും ഓർഡർ എന്ന് പറയുന്ന ക്ലാസ്സുകൾ കൊണ്ടുമാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് കസ്റ്റമർ ക്ലാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഷോപ്പിംഗ് കാർട്ടും ഓർഡർ ക്ലാസ്സും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഓർഡർ ക്ലാസ്സും നിലനിൽക്കുന്നില്ല എങ്കിൽ ഷിപ്പിംഗ് ഇൻഫർമേഷനും ഓർഡർ ഡീറ്റെയിൽസും നിലനിൽക്കില്ല എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇത് ആണ് കോമ്പോസിഷൻ എന്നുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് ഡയഗ്രത്തിനെ വരയ്ക്കുക. ക്ലാസ് ഡയഗ്രങ്ങൾ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ക്ലാസിൻ്റെ റെപ്രസെൻറ്റേഷൻ റെക്ടാങ്കുലർ റെപ്രസെൻറ്റേഷൻ വിത്ത് 3 കമ്പാർട്ട്മെൻറ്റ്സ്. ടോപ്പ് മോസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ക്ലാസ് നെയിമാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ മിഡിൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ഓർ ഡേറ്റ വാല്യൂസ് ആണ്. മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് മെത്തേഡുകൾ അഥവാ മെമ്പർ ഫംഗ്ഷൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ്. ഇവരെല്ലാം ഇന്റർ കണക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പുകൾ കാണും. ഇൻഹെറിറ്റൻസും അഗ്രിഗേഷനും കോമ്പോസിഷനും അസോസിയേഷനും പോലുള്ള റിലേഷൻഷിപ്പും മൾട്ടിപ്ലിസിറ്റി എന്നുള്ള ഫാക്ടറും അതുപോലെ തന്നെ ആക്സസ് സ്പെസിഫയർ അഥവാ വിസിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറും കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഏതൊരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനാണെങ്കിലും ഒരു പ്രോബ്ലത്തിനാണെങ്കിലും ഒരു ക്ലാസ് ഡയഗ്രാം UML ക്ലാസ് ഡയഗ്രാം വരയ്ക്കുവാനായി സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. UML ഡയഗ്രത്തിലെ മറ്റൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.